2024 ഇലക്ഷൻ നടന്നത് ലോക്സഭ. അപ്പൊ ആ സമയത്താണ് ADGP നേതാവായി ചർച്ച നടത്തിയതോ പിന്നെ BJP ജയിപ്പിക്കാൻ വേണ്ടി കൂടുതൽ നടത്തിയെന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ 2023 മെയിൽ കണ്ടത് കഴിഞ്ഞ വർഷമാണ്. പക്ഷെ കേരളത്തിൽ മൊത്തം മാധ്യമങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ വ്യാജ പ്രചരണത്തിലും എല്ലാത്തിനും വൈരുദ്ധ്യമാണ്. അല്ല, ഇതിലിത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും നിഗൂഢമായ കാര്യം. കാരണം ഈ സതീശന് ഇന്ന് രാവിലെ വന്നിട്ടാ പറയണത് ഈ ADGPയും പിന്നെ RSS വക്താക്കളും തമ്മിൽ കണ്ടു. സംഭവം നടന്നതെന്നാ 16 മാസം മുമ്പാണ്. 16 മാസം മുമ്പാണ്. ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇന്നലെ നടന്നതുപോലെയാ. നിങ്ങളിൽ തന്നെ മാന്യന്മാരായ പത്രക്കാരൻ്റെ ചൊല്ലി ഞങ്ങൾക്കെതിരായിട്ട് വാർത്തെടുത്ത് മാന്യത വിപുലീകരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഏതാണ്ട് ഇന്നലെ നടന്നൊരു സംഭവം പോലെയാണ് ഇതിനെപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായി? അപ്പൊ ഇത്ര ദിവസം ഇത് പോക്കറ്റിലിട്ട് കിടക്കുകയായിരുന്നു നമ്മളെ സതീശൻ. ഞങ്ങളെ പാർട്ടി ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോ മുഖ്യമന്ത്രിക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ വിവരം ഇങ്ങനെ പോക്കറ്റിലിരുന്ന് നടന്ന് ഇപ്പോ അങ്ങ് വ്യക്താക്കിയതാണ്. സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിന്റെ ഏറ്റവും ഉന്നതമായ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP അദ്ദേഹം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി RSSന്റെ യോഗം നടക്കുന്ന 20 ദിവസം നിൽക്കുന്ന ബൈഠക്കുകളിലെ യോഗം നടക്കുന്ന സ്ഥലത്ത് RSSന്റെ തന്നെ ഒരു നേതാവ് ഒന്നിച്ച് അദ്ദേഹത്തിന്റെ കാലം രഹസ്യമായി RSSന്റെ ദേശീയ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്ത് സന്ദേശമാണ്? അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, എന്ത് സന്ദേശമാണ്. അല്ല ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥന്മാര് പല ആളുകളെയും കാണും. അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ്. അവരുടെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക്, അതാണല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അത് CPM-ആയിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ട് CPM-ആയിട്ടോ ഗവൺമെന്റായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്ന അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരക്കേട് കൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസുകാരനും വെച്ച് സംഘപരിവാറുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ വ്യക്തമല്ലേ? ആ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുത്തു. നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെ ഇല്ലേ? BJP അധികാരഭ്രഷ്ടമാക്കുക എന്ന ആ പ്രക്രിയയിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയ നിലപാടോട്ട് നിന്നിട്ടുള്ളൊരു പാർട്ടിയല്ലേ CPM. അതിന്റെ നേതാവും കൂടിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി. അപവാദം പറയാം, അത് ഒരു സായുജ്യത്തിന് വേണ്ടി പറയാം, പക്ഷെ അതിന് വസ്തുതകളുടെ പിൻബലമില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഇത്തരമൊരു യോഗം നടത്തിയേക്ക് സ്വകാര്യമായിട്ട് കാര്യമുണ്ടായിരുന്നു ചോദ്യം പ്രസക്തമല്ലേ? അല്ല, അതൊക്കെ എന്താ കരുതലേ, അത് ഇപ്പോ പിന്നെ ഈ നമുക്കതിന്റെ വിഷയങ്ങൾ അറിയില്ലല്ലോ. അയാൾ ക്രമസമാധാന പാലനത്തിന്റെ ഒരു ADGP-യാണ്. ഏത് തരത്തിലാണ് അയാൾ പോയത് കണ്ടതെന്നൊന്നും നമുക്കറിയില്ല. നമുക്കറിയാത്തൊരു കാര്യത്തിന് രാഷ്ട്രീയ നിറം നൽകിയിട്ട് ഒരു ഉത്തരവോ മറ്റൊരു തരത്തിലുള്ള ഉത്തരം പറയാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ ഭാഗമില്ല അത്തരം കാര്യങ്ങൾ. ഗവൺമെന്റ് അത് പരിശോധിക്കായിരിക്കും എന്നല്ലാതെ മറ്റൊരു തരത്തിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് ഒരു എല്ലാത്തിനെയും പിടിച്ചിട്ട് പിന്നെ ഗവൺമെന്റിനെതിരാക്കുക, അതിപ്പോ ഒരു കലാപരിപാടി ആയിരിക്കാം. ഇവിടെ തൃശ്ശൂർ പൂരം നടന്നു. ഇപ്പൊ സതീശൻ കലക്കുന്നുണ്ട്. എന്താണ് പൂരം കലക്കി മാർക്സിസ്റ്റുകാർ? പൂരം തിരുവമ്പാടിക്കാരും മറ്റേ നമ്മുടെ പാറമേക്കാവൂരല്ലേ പൂരം നടത്തുന്നത്. അവിടെ എല്ലാ കൊല്ലവും പൂരത്തിന്റെ അവിടെ വെടിക്കെട്ടിന് തൊട്ടുമുമ്പ്
ഒരു തർക്കം ഉണ്ടാവും. എവിടെയാണ് കത്തിക്കേണ്ടത്, എപ്പോഴാണ് കത്തിക്കേണ്ടത്, ഏത് പൂരത്തിനാ ഈ വെടിക്കെട്ടിന്റെ സമയത്ത് ഈ സാങ്കേതികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടെ വെക്കണോ ഇവിടെ വെക്കണോ എന്നൊരു തർക്കമില്ലാത്ത ഏതെങ്കിലും പൂരം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞ് സമാധാനിച്ച് തീ കൊടുക്കലാണ് സാധാരണ ഇവിടെ നമ്മൾ നടന്ന് കണ്ടുപോന്നിട്ടുള്ളത്. അപ്പൊ അതിലിത്തവണ നമ്മൾ സാധാരണത്തെ അത്ര വേഗതയിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.